was my food? Very nice. Thank you. The real taste of Chinese? It was a Tibetan dish. Tibetan? Teresa, I need to tell you something. You should help me. Make him understand. I have no other option. കണ്ട കരയണ കണ്ട പോവാന്ന് സമ്മതിച്ചു. Okay, come with me. യാത്ര പറയാൻ വരുന്നതാണ്. രാജേഷേ, കാര്യങ്ങൾ കുറച്ച് കുഴപ്പമാണല്ലോ. എന്ത് കുഴപ്പം? ഇവള് ചൈനക്കാരിയല്ല, ടിബറ്റനാ. ടിബറ്റനാ? ചൈന പിടിച്ചെടുത്ത രാജ്യമാണ് ടിബറ്റ്. ഇവളാ നാട്ടുകാരിയാ. അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റും നാട്ടുകാരും തമ്മിലുള്ള ആഭ്യന്തര കലഹത്തിന്റെ ഇടയിലാ ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചത്. അതോടെ ഇവള് തനിച്ചായി. ടിബറ്റിലെല്ലാം വിറ്റുപെറുക്കി ഇവള് ചൈനയിലേക്ക് പോകുന്ന വഴിയാ തന്റെ കൊച്ചച്ഛനെ ഇവള് പരിചയപ്പെട്ടത്. ആരും ഇല്ലാതിരുന്ന ഇവക്ക് പിന്നെ തന്റെ കൊച്ചച്ഛനായിരുന്നു കൂട്ട്. ഇപ്പൊ ഇവളിങ്ങോട്ട് വന്നേക്കുന്നത് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കടക്കാനാ. അമേരിക്ക? കാര്യം അവക്ക് അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, 10 ലക്ഷം രൂപ ബാങ്കിൽ ഗ്യാരണ്ടി കാണിച്ചാലേ ഇവക്ക് ആ ജോലി കിട്ടും. 10 ലക്ഷം? അതാരും കൊടുക്കും? 10 ലക്ഷം ആര് കൊടുക്കും? Rajesh, look, I know you are in crisis, but I have no way out. Please, I need your help. Please help me, Rajesh. എന്താ പറയണേ? ക്യാഷ് കൊടുക്കണമെന്നാ പറയണേ. ഞാനോ? ആ, Please help me, Rajesh. मेरा पास എടാ നീ Tell him, Teresa. കരയണ്ട. എടാ അവള് കരഞ്ഞോട്ടാ. നമുക്ക് ശരിയാക്കാം. എന്റെ ദൈവമേ, 10 പൈസയില്ല എടുക്കാൻ. നീ അവിടെ നിന്ന് ശരിയാക്കാം. He will manage. Thank you so much. 10 ലക്ഷം. ചേട്ടാ. എടാ രാജേഷേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം പണില്ലടാ. എന്തേ? പക്ഷെ എങ്ങനെ നമുക്ക് കാശ് കൊടുക്കണ്ടേ? എടാ വെച്ചേ, നീ എന്ത് ചെയ്യാൻ പോണാണ്? തല പോവാന്ന് പറഞ്ഞാലും നിന്റെ ചിരിയുണ്ടല്ലോ, നിന്നെ സമ്മതിക്കണോടാ. എൻ്റെ വിഞ്ചേട്ടാ, എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് തോന്നുന്ന നിമിഷം അത് പുതിയ എന്തിൻ്റെയോ തുടക്കമാണെന്നങ്ങ് വിചാരിക്കുക. എന്നിട്ട് ആ തുടക്കത്തിൻ്റെ കൂടെ അങ്ങ് നടക്കുക. ഒരു വഴി തെളിഞ്ഞു വരും വിഞ്ചേട്ടാ. നിങ്ങൾ നോക്കിക്കോ. വന്നാ മതിയായിരുന്നു. വരുന്നേ. നിങ്ങൾ പോയി കിടക്ക്. ശരി. ശരിയെന്നോ. രാജേഷേ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത്? നീ ഇന്റർനാഷണൽ കടക്കാരനായ വിവരം. അതിന് ബായിരുന്നു സംസാരിക്കാം. രാജേഷേ, ബാങ്കിലിരിക്കണേ വീണ്ടും ആധാർ എടുക്കണേ 9 ലക്ഷം, ചൈനക്കാരിക്ക് 8, മൊത്തം 17 അല്ലേ? നീ വിഷമിക്കണ്ട, ഞാൻ തരാടാ. അതിന് നിങ്ങളോട് ഞാൻ കാശ് വെച്ചോ? ഇല്ല, പക്ഷെ അറിഞ്ഞു സഹായിക്കേണ്ട ഒരു നാട്ടുകാരന്റെ കടമയില്ലടാ. കടമേ? എന്റെ വിജയൻ ചേട്ടാ, ഈ സ്ഥലത്തിന് നാട്ടു നടപ്പ് വിലയെ കഴിഞ്ഞ് 3 രൂപ കൂട്ടിയാണ് ഞാൻ പറഞ്ഞേക്കണം. എന്തിനാണ്? ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ. എടോ, എന്റെ സ്ഥലം ഉൾപ്പെടെയാണെങ്കിൽ താൻ പറയണ കാശിന് തന്റെ ജമീൻ കെട്ടിന് കച്ചവടം നടക്കും. അതിനല്ലേ താൻ ഈ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് കയറി വരുന്നത്? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല. മനസ്സിലായല്ലോ? വല്യമ്മച്ചി, വല്യമ്മച്ചി. ഡ്രാക്കുളയോ? ഓ, ഡ്രാക്കുള അല്ല, ഇത് ഞാനാ. എന്താടി? ഞാൻ രാജേഷും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ പാതിരാത്രിയിലോ? ഓ, ഇപ്പഴല്ല, പയ്യെ. എന്ത് ബിസിനസ്സാന്ന് ചോദിക്കേ? ഫുഡ് ബിസിനസ് അല്ലേ? എങ്ങനെ മനസ്സിലായി? പിന്നെ പാചകക്കാരന്റെ കൂടെ കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഓ പോടി പെണ്ണേ, ഉറങ്ങിക്കോട്ടെ. രാജേഷേ, കാശ് റെഡിയായ? നടക്കൂലോ. എടോ,
എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ? ആ. എന്താ ഐഡിയ? പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ആരൊക്കെ? ഞാനും താനും. ആ, അടിപൊളി. നല്ല സമയമാണ് എൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ. എടോ, പ്ലാൻ വർക്കൗട്ട് ആയാൽ നമുക്ക് ഈസി ആയിട്ട് ഇവളുടെ കാശ് കൊടുക്കാൻ പറ്റും. ഈ ബിസിനസ് ഒക്കെ ചെയ്ത് കാശുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വുമൺ ഓണ്ടർപ്രണറിന് 25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും, അതും പലിശയില്ലാതെ. ലോൺ എന്റെ പേരിൽ എടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് 8 ലക്ഷം രൂപ ഷെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നമ്മുടെ ബിസിനസ്സിലിടാം. ഈ സർക്കാരിന്റെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിക്കുക എന്ന് പറഞ്ഞാലേ നടക്കണ കാര്യമല്ലോ. നടത്തി നമ്മളെ നശിപ്പിച്ചോളെ. എടോ, താൻ എന്തെങ്കിലും നെഗറ്റീവ് തള്ളണേ? ബി പോസിറ്റീവ്. അല്ല, എന്താ തന്റെ ഐഡിയ? അത് പറ. അതായത് ഹോട്ടൽ തുടങ്ങാനാ? ബെസ്റ്റ്. പിടിച്ചേ. ആ, എടോ, വെറും റെസ്റ്റോറന്റ് അല്ല, ടിബറ്റിന്റെ മനോഹരമായ രുചി പകരുന്ന ഒരു നാടൻ റെസ്റ്റോറന്റ്. ഈ ടിബറ്റിന്റെ ഫുഡൊക്കെ ആരുണ്ടാക്കും? ദേ, അവളുണ്ടാക്കും. അതിനവള് പോവല്ലേ? പോണേക്കാളും മുമ്പേ ഇവള് നമ്മൾ പഠിക്കണോ അത്? ടിബറ്റ് ഫുഡ് എവിടെ തുടങ്ങും ഇത്? എടോ, ഇവിടൊക്കെ ഇന്ന് റെഡി ആക്കണം. കുറച്ച് ലൈറ്റ്സ്, പിന്നെ ചെയർ. ഇവിടെ നമുക്ക് കൗണ്ടർ സെറ്റ് ചെയ്യാം. അയ്യേ, ഇവിടെയാ? അയ്യേന്നാ? എടോ, ഇത്ര ബ്യൂട്ടിഫുൾ ആയ സ്ഥലം വേറെ എവിടെ കിട്ടാനാ? എടോ, ഇങ്ങോട്ട് വണ്ടിയും കാറൊന്നും കയറി വരില്ല ഈ വഴി. എടോ, രുചിയുള്ള ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞാൽ മലയാളികൾ പാരച്ചൂട്ടിൽ വന്നിറങ്ങിയെന്ന് ഫുഡ് കഴിക്കും. അതുകൊണ്ട് ഞാൻ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം വിട്ടേക്ക്. രുചിയുള്ള ഫുഡ് കൊടുക്കണം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോ എങ്ങനെയാ, പോണല്ലേ? അവളോട് പറഞ്ഞ പിള്ളയാണ്. നല്ല ഭക്ഷണം, പ്രത്യേകിച്ചും വ്യത്യസ്തമായ ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും മലയാളികൾ തേടി പിടിച്ചു പോകും. അങ്ങനെ ഒരു കുഞ്ഞു റെസ്റ്റോറന്റിലാണ് ഞാനുള്ളത്, എറണാകുളം ജില്ലയിലെ മനോഹരമായ പള്ളിത്തോട് എന്ന ഗ്രാമത്തിൽ. രാജേഷും തെരേസയും ഷെങ്ങും ചേർന്ന് നടന്ന ഈ റെസ്റ്റോറന്റിലെ ഭക്ഷണം ഏതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മലയാളികൾ ഇൻഡോ ചൈനീസും അറബിക്കും യൂറോപ്യൻ ഫുഡും കേരള ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ടിബറ്റൻ ക്വിസിൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആട്ടിറച്ചി പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ് കരിഞ്ചീരകവും ഗരം മസാലയും മല്ലിയിലയൊക്കെ ചേർത്ത് പുഴുങ്ങിയെടുത്ത ഫ്രൈഡ് മോമോസ് ആണ്. അതിനോടൊപ്പം പോത്തിറച്ചി സ്ലോ കുക്ക് ചെയ്ത ഒരു ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്. അതിവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഡിഷാണ്. അതുകൂടാണ്ട് സ്പൈസി ആയിട്ടുള്ള ഇവരുടെ ഒരു ഗോട്ടിറച്ചി കറി, അതും നൂഡിൽസും കൂടെ, ഷെഷ്വാൻ നൂഡിൽസും കൂടെ കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ടും കൂട്ടുകാരുമായിട്ടും വന്ന് കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ റെസ്റ്റോറന്റ് ആണ് ഈ ടിബറ്റൻ കോർണർ. അപ്പൊ എല്ലാവരും വരണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറന്റ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്.